ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ശരണ്യയുടെ മുടി പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പൊരിക്കാനായിട്ട് തയ്യാറെടുപ്പിലായിരുന്നു മറ്റു മത്സരാർത്ഥികളെല്ലാം. അതനുസരിച്ച് ലാലേട്ടൻ ഓരോരുത്തരുടെയായിട്ട് ചോദിക്കുന്നുണ്ട്, ജിൻഡോ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെറ്റാണ് എന്ന് പറയുന്നു. ശരണ്യ പറയുന്നു എൻ്റെ മുടിയെ ജിൻഡോ ചേട്ടൻ പിടിച്ചു വലിച്ചു. അതോടൊപ്പം തന്നെ ശ്രീരേഖ പറയുന്നു. അങ്ങനെ തുടങ്ങിയ എല്ലാ മത്സരാർത്ഥികളും ജിൻഡോയ്ക്കെതിരെ, ജിൻഡോ മുടിക്ക് പിടിച്ചു വലിച്ചു, ജിൻഡോ ചെയ്യാൻ പാടില്ലാതെ ചെയ്തു, അവിടുത്തെ പ്രോപ്പർട്ടി നശിപ്പിച്ചു, ജിൻഡോ മോശക്കാരനാണ്, ജിൻഡോയുടെ വൈരാഗ്യമെല്ലാം മത്സരത്തിൽ കാണിക്കുകയാണ്, ഫിസിക്കൽ ടാസ്കിൽ കാണിക്കുകയാണ്, ജിൻഡോ ഇങ്ങനെ അമക്കി പിടിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു എന്ന് തുടങ്ങി ജിൻഡോയ്ക്കെതിരെ നിരത്തുകയാണ് അങ്ങ് കംപ്ലൈന്റുകൾ. അത് കഴിഞ്ഞ് ശ്രീതു, ക്യാപ്റ്റനായ ശ്രീതു, എല്ലാവരും കാത്തിരുന്നത് നിഷ്പക്ഷമായി മറുപടി പറയുന്ന ഒരു ക്യാപ്റ്റന്റെ മറുപടിക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. അപ്പൊ ശ്രീധുവിനോട് ലാലേട്ടൻ ചോദിച്ചു, ശ്രീധു നിങ്ങൾ കണ്ടോ ജിൻഡോ ശരണ്യയുടെ മുടിക്ക് പിടിച്ചു വലിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല ലാലേട്ട, ഈ ജിൻഡോ ചേട്ടനെ ഇങ്ങനെ പിടിച്ചു വലിക്കുമായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത്. ഇന്നലെ ലാലേട്ടൻ വീഡിയോ ഇട്ട് കാണിച്ചപ്പോൾ ശ്രീധു നിങ്ങളത് കണ്ടോ? നിങ്ങൾ അത് കണ്ടായിരുന്നോ ഇതുപോലെ ജിൻഡോ കയറി പിടിച്ചു വലിക്കുന്നത്? നിങ്ങളൊരു ക്യാപ്റ്റനായിരിക്കവേ നിങ്ങൾ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു അതിരുണ്ട്, ഒരു മനുഷ്യനെ നാണം കെടുത്തുന്നതിന് ഒരു അതിരുണ്ട്, ഇല്ലാത്ത കുറ്റം ഒരുത്തന്റെ മുകളിൽ കെട്ടിവെക്കുന്നതിന് ഒരു അതിരുണ്ട്. ശരണി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ശ്രീതു ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും പറഞ്ഞത് കള്ളത്തരമായിരുന്നു. അവിടെ അങ്ങനെ ഒരു ആക്ട് നടന്നിട്ട് പോലുമില്ല. ശ്രീതു പറയുന്ന പോലെ മുട്ടിക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പോലുമില്ല, മുട്ടിയെ തൊട്ടിട്ട് പോലുമില്ല ജിൻഡോ. അതുപോലും ഇല്ലാത്ത സ്ഥിതിക്ക് ജിൻഡോയെ ഇങ്ങനെ കുറ്റം പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഒരു കാരണവുമില്ലാതെ എന്തിനും തോന്നുന്ന പോലൊക്കെ എന്തെങ്കിലും പറയുക എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു കർത്തവ്യം? ഒരു ക്യാപ്റ്റനായിരിക്കെ കറക്റ്റായിട്ട് അത് നോക്കണമായിരുന്നു. നിങ്ങളത് നോക്കാഞ്ഞ്, നിങ്ങളത് നോക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞു കൂട്ടിയതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു എന്നാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ആക്ഷനിൽ തന്നെ പറഞ്ഞ്. പക്ഷെ അതല്ലായിരുന്നു. ലാലേട്ടൻ ആ ഒരു സീൻ എടുത്ത് കാണിച്ചപ്പോൾ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി. ശ്രീധുവിന്റെ ആ പൊള്ളത്തരവും മാടുള്ള മത്സരാർത്ഥിയുടെ എല്ലാ പൊള്ളത്തരവും മനസ്സിലായി. എന്തോനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. എന്തായാലും ജിൻഡോ അങ്ങനത്തെ ഒരു കളി കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ജിൻഡോയെ ജയിലിൽ വിട്ടതും അതുപോലത്തെ ഒരു കാര്യമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ വിട്ടത്. അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ബിഗ് ബോസ് പറഞ്ഞ ഒരു കാരണം വേറെ, ഇവര് കൊടുത്ത കാരണം വേറെ, എല്ലാം വ്യത്യസ്തമായിരുന്നു. ജിൻഡോയെ കുറ്റക്കാരനാക്കി അവിടെ ചിത്രീകരിച്ചത് മാത്രമാണ് അവർ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനൊക്കെ ഈ ചാനൽ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.